കണ്ണാടിക്കലിലെ വീട്ടിൽ നിന്ന് ജൂലൈ 8-നാണ് അർജുൻ ലോറിയുമായി യാത്ര ആരംഭിക്കുന്നത്. മലപ്പുറത്തെ കോട്ടക്കലിൽ നിന്ന് കല്ലുമായി മൈസൂരുവിലെ മലവള്ളിയിലേക്ക്. അവിടെ നിന്ന് കുശാൽ നഗറിലെത്തി കാറ്റാടി മരത്തടി കയറ്റി നേരെ ബലഗാവിയിലേക്ക്. അവിടെ മരത്തടി ഇറക്കി ബലഗാവിയിലെ രാനഗറിലുള്ള ഡിപ്പോയിൽ നിന്ന് അക്കേഷ്യ മരത്തടി കയറ്റി മടക്കയാത്ര. 16-ന് പുലർച്ചെയോടെ പൻവേൽ കന്യാകുമാരി ദേശീയപാതയിലുള്ള ശിരൂരിലെത്തി. പക്ഷേ അർജുൻ്റെ ലോറി ശിരൂർ കടന്നില്ല. ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ ദേശീയപാതയുടെ മറുവശം ഗംഗാവലി പുഴയാണ്. മണ്ണിടിഞ്ഞ് മഴവെള്ളത്തോടൊപ്പം പുഴയിലേക്ക് ഒഴുകിപ്പോയി. ആളുകൾ പെട്ടിട്ടുണ്ടെന്ന് സംശയമുണർന്നതോടെ അന്ന് തന്നെ തിരച്ചിൽ ആരംഭിച്ചു. പോലീസും ദേശീയ ദുരന്ത നിവാരണ സേനയും അഗ്നിരക്ഷാസേനയും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ വൈകിട്ടോടെ 4 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. 2 ദിവസങ്ങളിലായി നടത്തിയ തിരച്ചിലിൽ പിന്നെയും 3 മൃതദേഹങ്ങൾ കൂടി. മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചു. തുടക്കത്തിൽ കരയിലാണ് തിരച്ചിൽ കേന്ദ്രീകരിച്ചത്. 2 ദിവസം അത് തുടർന്നപ്പോഴാണ് എത്ര വലിയ അളവിലാണ് മണ്ണിടിഞ്ഞ് എത്തിയതെന്നും അത് പുഴയിലേക്ക് പതിച്ചതെന്നുമുള്ള ഗൗരവം ബോധ്യപ്പെടുന്നത്. എന്നാൽ ഈ ഘട്ടത്തിലൊന്നും അർജുൻ അപകടത്തിൽപ്പെട്ടെന്ന വിവരം പുറം ലോകം അറിഞ്ഞിരുന്നില്ല. വീട്ടിൽ നിന്ന് പോയാൽ 2 ആഴ്ചയ്ക്കകം തിരിച്ചെത്താറുള്ള അർജുൻ ഇത്തവണ എത്തിയില്ല. അപ്പോഴാണ് അപകടത്തെക്കുറിച്ച് അറിയുന്നത്. ലോറിയിൽ നിന്നുള്ള GPS സിഗ്നൽ ലഭിച്ചത് അപകടം നടന്നിടത്തു നിന്നായതിനാൽ അർജുൻ മണ്ണിനിടയിൽ അകപ്പെട്ടിട്ടുണ്ടാവാമെന്ന സംശയമുയർന്നു. ഇതോടെ സംഭവം മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി. ഇതിനിടെ തിരച്ചിൽ നടക്കുന്നില്ലെന്നും അധികൃതർ അനാസ്ഥ കാണിക്കുകയാണെന്നും അർജുൻ്റെ ബന്ധുക്കൾ ആരോപിച്ചു. ഇതോടെ സംസ്ഥാന സർക്കാർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടു. കർണാടക സർക്കാരുമായി വിഷയം ചർച്ച ചെയ്തു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി സംഭവ സ്ഥലത്തെ ജില്ലാ കളക്ടറുമായും പോലീസ് സൂപ്രണ്ടുമായും നിരന്തരം ബന്ധപ്പെട്ടു. നടപടികൾ ഏകോപിപ്പിക്കാൻ കോഴിക്കോട് കളക്ടറെ ചുമതലപ്പെടുത്തി. അങ്ങനെ പരിശോധന കാര്യക്ഷമമായി. ഇതിനിടെ ശിരൂരിൽ അപകടത്തിൽ 10 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചു. അപകടം നടന്ന് 5-ാം ദിവസം അർജുനടക്കം 3 പേരെ കൂടി കണ്ടെത്താനുണ്ടെന്നാണ് അധികൃതർ അറിയിച്ചത്. ഇവർക്കായി റഡാർ അടക്കം എത്തിച്ച് തിരച്ചിൽ നടത്തി. കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരും സംഭവസ്ഥലത്തെത്തി. സൈന്യത്തിൻ്റെ ഒരു സംഘവും ശിരൂരിലേക്ക് തിരിച്ചു. കരയിലും പുഴയിലും ഒരുപോലെ രക്ഷാപ്രവർത്തകർ ഇറങ്ങി. ജീവൻ പണയം വെച്ച് കടുത്ത വെല്ലുവിളികളെയും കാലാവസ്ഥയെയും വകവെക്കാതെ ലോറിയും അതിലകപ്പെട്ട മനുഷ്യനും വേണ്ടി രാപ്പകലില്ലാതെ തിരച്ചിൽ നടത്തി. മകൻ്റെ തിരിച്ചുവരവിനായി മാതാപിതാക്കളും ഭർത്താവിൻ്റെ തിരിച്ചുവരവിനായി ഭാര്യയും ഹൃദയം വിങ്ങിക്കേണു. ഒന്നും അറിയാതെ അർജുൻ്റെ കുഞ്ഞ് പിതാവിൻ്റെ വരവും കാത്തിരുന്നു. അത്യാധുനിക സംവിധാനങ്ങളടക്കം എത്തിച്ചു. സൈന്യവും നാവികസേനാ വിദഗ്ധരും എത്തി. മണ്ണിടിഞ്ഞ് വിവിധയിടങ്ങളിൽ സിഗ്നൽ കണ്ടു. അവിടെയൊക്കെ ബുൾഡോസറുകളടക്കം എത്തിച്ച് മണ്ണുമാന്തി. ഇതിനിടെ മണ്ണിനടിയിൽ ലോറിയില്ലെന്ന് തീർച്ചപ്പെടുത്തി. ഗംഗാവലി പുഴയിലാകാമെന്ന നിഗമനത്തിൽ തിരച്ചിൽ അത് കേന്ദ്രീകരിച്ചായി. കനത്ത മഴയും നദിയിലെ ശക്തമായ അടിയൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധിയായി. കാലാവസ്ഥ അനുകൂലമല്ലാതിരുന്നിട്ടും അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ അപ്പോഴും തുടർന്നു. വെള്ളത്തിനടിയിലുള്ള വസ്തുക്കൾ കണ്ടെത്താനുള്ള IBOD എന്ന അത്യാധുനിക സംവിധാനം ഉപയോഗിച്ചും ഡ്രോൺ ഉപയോഗിച്ചും പരിശോധന നടത്തി. 60 മീറ്റർ അകലെയായി ലോറിയുടെ സിഗ്നൽ ലഭിച്ചു. 4 ഇടങ്ങളിൽ ലോഹസാന്നിധ്യം കാണിക്കുന്ന സിഗ്നൽ ലഭിച്ചു. പക്ഷേ അടിയൊഴുക്കും ശക്തമായ വെള്ളത്തിൻ്റെ സീറോ വിസിബിലിറ്റിയും പുഴയിലിറങ്ങുന്നതിന് വെല്ലുവിളിയായി. കുന്താപുരത്തു നിന്നുള്ള ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളികളെത്തി നിരവധി തവണ മുങ്ങിയെങ്കിലും പരാജയപ്പെട്ടു. ഇതിനിടെ രക്ഷാദൗത്യം കർണാടക സർക്കാർ അവസാനിപ്പിക്കുന്നുവെന്ന വാർത്ത പരന്നതോടെ സ്ഥലത്തെത്തിയ മന്ത്രിമാർ പ്രതിഷേധമറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തെഴുതി. ഇതോടെ തിരച്ചിൽ പൂർണ്ണമായി നിർത്താൻ ഉദ്ദേശമില്ലെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സേൽ വ്യക്തമാക്കി. ആഗസ്റ്റ് 13-ന് ഈശ്വർ മാൽപ്പെ വീണ്ടും തിരച്ചിൽ നടത്തുകയും വീൽ ചാക്കി കണ്ടെത്തുകയും ചെയ്തു. ഇത് അർജുൻ ഓടിച്ച ലോറിയുടേതാണെന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. അടുത്ത ദിവസവും ഈശ്വർ മാൽപ്പെ ഗംഗാവലിയിൽ തിരച്ചിലിനിറങ്ങുകയും പുഴയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഇന്ധനത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു. പുഴയിൽ നിന്ന് ലോഹഭാഗങ്ങളും കയറും കണ്ടെത്തി. കൂടുതൽ തിരച്ചിലിനായി ഗോവയിൽ നിന്ന് ജലമാർഗം ഡ്രഡ്ജർ എത്തിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അപ്പോഴേക്കും അർജുനെ കാണാതായിട്ട് 1 മാസം പിന്നിട്ടിരുന്നു. ഇതിനിടെ കേരളം വാഗ്ദാനം ചെയ്ത ഡ്രഡ്ജർ എത്തിച്ചില്ലെന്ന ആരോപണവുമായി കാർവാർ MLAയും രംഗത്തെത്തി.
മണ്ണ് നീക്കാൻ കഴിയാത്തതിനാൽ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ആഗസ്റ്റ് 17-ന് അവസാനിപ്പിച്ചു. പിന്നീട് ദിവസങ്ങളോളം അനിശ്ചിതാവസ്ഥയിലായിരുന്നു. ഡ്രഡ്ജർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 1 കോടി രൂപ ചെലവ് വരുന്നതിനാൽ ആര് പണം മുടക്കുമെന്നതായിരുന്നു പ്രശ്നം. കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ടതോടെയാണ് തിരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനമായത്. ഡ്രഡ്ജറിന്റെ വാടക 1 കോടി രൂപ കർണാടക സർക്കാർ വഹിക്കാൻ തീരുമാനിച്ചു. സെപ്റ്റംബർ 19-ന് ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ ഗംഗാവലി പുഴയിലെത്തി. 22-ന് വാഹനത്തിന്റെ റേഡിയേറ്റർ, ഒരു ലോറിയുടെ എൻജിൻ എന്നിവ കണ്ടെത്തി. ഇതിനിടെ അധികൃതരുമായുള്ള തർക്കത്തെ തുടർന്ന് ഈശ്വർ മാൽപേ തിരച്ചിൽ അവസാനിപ്പിച്ചു. യൂട്യൂബിൽ ആളെ കൂട്ടാനാണ് ഈശ്വർ മാൽപേയുടെ ശ്രമമെന്ന് കാർവാർ MLA ആരോപിച്ചു. തിരച്ചിലിനിടെ ഒരു അസ്ഥിഭാഗം കണ്ടെത്തിയെങ്കിലും ഇത് മൃഗത്തിൻ്റേതാണെന്ന് പിന്നീട് പരിശോധനയിൽ തെളിഞ്ഞു. ഒടുവിൽ 71 ദിവസത്തെ അനിശ്ചിതത്വത്തിനും പ്രതീക്ഷകൾക്കും പ്രതിസന്ധികൾക്കുമൊടുവിൽ ഗംഗാവലി പുഴയിൽ നിന്ന് അർജുൻ്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു. ലോറിയുടെ ക്യാബിനിൽ നിന്ന് മൃതദേഹ ഭാഗങ്ങളും കണ്ടെത്തി. 3-ാം ഘട്ടത്തിലുള്ള തിരച്ചിലിൽ ഡ്രഡ്ജിംഗ് നടത്തിയാണ് ലോറി പുഴയിൽ നിന്ന് കണ്ടെടുത്തത്. ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുഷ്കരമായ ദൗത്യങ്ങളിലൊന്നാണ് അവസാനിക്കുന്നത്. അർജുനായുള്ള കേരളത്തിൻ്റെ പ്രാർത്ഥന വിഫലമായി. അനിശ്ചിതമായ തിരച്ചിലിന്, പരസ്പരമുള്ള പഴിചാരലുകൾക്ക്, ആരോപണങ്ങൾക്ക് അവസാനമാകുമ്പോൾ അർജുനെ കണ്ടെത്തിയെന്ന ആശ്വാസത്തിലെങ്കിലും കുടുംബത്തിന് കഴിയാം. അപ്പോഴും 2 ജീവനുകൾ ഇന്നും കാണാമറയത്താണ്.